ഹേ ഗായ്സ്, അപ്പോൾ ലാസ്റ്റ് ഡേ പറഞ്ഞ ട്രിപ്പ് ഞാൻ ഇന്ന് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടി പെട്ടിയൊക്കെ ഇറക്കണം, പാടാണ്. എന്നാലും ഇറക്കി, എങ്ങനെയൊക്കെ ഒരുവിധം ഇറക്കി. കണ്ടോ, സൺഗ്ലാസ് ഒക്കെ വെച്ച് പോകുന്ന കണ്ടാൽ നിങ്ങളുടെ ആയിരിക്കും ഫുൾ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡും നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പോകുന്ന ട്രിപ്പ് ഭയങ്കര മിസ്റ്റീരിയസോ അല്ലെങ്കിൽ ആർക്കും അറിയാത്തൊരു സ്ഥലത്തേക്കൊന്നും അല്ല. ഞാൻ എപ്പോഴും പോകാറുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഇറ്റലിയിലേക്ക്. കാരണം എൻ്റെ അങ്കിൾ ഇറ്റലിയിലുണ്ട് ആൻഡ് ഇപ്പം അമ്മൂമ്മയും വന്നിട്ടുണ്ട് ഇറ്റലിയിലേക്ക്. അപ്പോൾ അവരെ കാണാനായിട്ട് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. ഗൈസ്, ഞാനിപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം 2.5 വർഷം ആകാറായി. ഈ വരുന്ന സെപ്റ്റംബർ ആകുമ്പോൾ 3 വർഷം തികയാണ് ഞാൻ ജർമ്മനിയിലേക്ക് വന്നിട്ട്. അപ്പോൾ അന്ന് ഞാൻ ജർമ്മനിയിലേക്ക് വന്നപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, നീ എന്താ കരയാഞ്ഞേ പോയപ്പോൾ എന്നുള്ളത്. എല്ലാവരും അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന പല രീതിയിലാണല്ലോ. കരാതിരുന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചത്, നീ ഇത്ര ഹാപ്പിയാണോ ജർമ്മനിയിലേക്ക് പോകാനായിട്ടെന്ന്. അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ടോ ഹാപ്പി ആയതുകൊണ്ടൊന്നും അല്ല. സ്വന്തം നാട് വിട്ടു പോകുമ്പോൾ ആർക്കാരും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. നമ്മൾ താമസിച്ച വീടും നമ്മളുടെ വീട്ടുകാരെയൊക്കെ വിട്ടു പോകുമ്പോൾ ആരായാലും ഒന്ന് സങ്കടം ഉണ്ടാവും. അപ്പോൾ അന്ന് ഞാൻ കരഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എനിക്ക് സങ്കടം ഇല്ലെന്നല്ല. കരയാത്തൊരാൾക്ക് സങ്കടം ഇല്ലെന്നുള്ളത് ഒരു ലോജിക്കല്ലല്ലോ. നമ്മളിലെല്ലാവർക്കും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട്. അത് പല രീതിയിലാണ് ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മാത്രം. ചില ആൾക്കാർക്ക് എന്നെപ്പോലെ ബുദ്ധിമുട്ടായിരിക്കും പബ്ലിക്കലി കരയാനായിട്ട്, മറ്റു ചില ആൾക്കാർക്ക് അത് ഓക്കെ ആയിരിക്കും. അത് ഓരോരുത്തർ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന്. എന്തോ എയർപോർട്ടിൽ വന്നപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ആൻഡ് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിസയിൽ ലാൻഡ് ചെയ്തു. എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ വീട്ടുകാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നേരെ വീട്ടിലേക്ക് പോയി അമ്മയും കണ്ടു, ഭക്ഷണവും കഴിച്ചു, കയറി കിടന്നുറങ്ങി. അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ചാओ.